നല്ല നീല ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന്. കഴിക്കാനായിട്ട് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്, റാഗിയുടെ പൗഡറും ഉണ്ട്, റാഗി മുദ്ദ ബോൾ പോലെ ഇരിക്കും ആ ഒരു സംഭവം. നമ്മൾ കേരളത്തിൽ അങ്ങനെ കണ്ടുവരാറില്ല, പക്ഷേ അടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഫേമസ് സാധനമാണത്. കഴിക്കാനും നല്ലതാണ്, നല്ല ഹെൽത്തി സാധനമാണ്. അപ്പോൾ നീലച്ചായ. അപ്പോൾ നമുക്ക് സംഭവങ്ങളൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ സൂര്യോദയം കണ്ട് ഒരു കട്ടൻ ഓടിച്ചിട്ട് രാവിലെ പോവാം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഗൂഗിളുമായി എന്നെ താഴെ അവിടെ ഒരു റോഡുണ്ട്, ആ റോഡ് സൈഡിൽ ഇറക്കി വിട്ടിട്ട് പറഞ്ഞു ബാക്കി നീ നടന്നു പോയിക്കോളാൻ പറഞ്ഞു. ഇനിയും മലയുടെ മുകളിലോട്ട് കയറണം. ഇത് മൊത്തം റബ്ബർ തോട്ടമാണ്, നല്ലൊരു വഴിയില്ല. അത് ഞാനിനി വരുന്നത് റോങ്ങായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ലൊക്കേഷൻ മുകളിലോട്ട് നടന്നു പോകണമെന്ന് കാണിക്കുന്നുണ്ട്. പോകാം. അടിപൊളി, എന്തായാലും കൊള്ളാം. ഇതിലൊരു വഴി മുകളിലോട്ട് കാണുന്നുണ്ട്. ഇത് തന്നെ വഴിയുണ്ട്. എൻ്റെ അമ്മോ, സൂര്യാസ്തമയം ആയി വരുന്നുണ്ട്. ഇതിൽ തന്നെ അങ്ങ് കയറി അങ്ങ് പോകണ്ടേ. നമുക്കുണ്ടോ, ഇവിടെ ഒരു തട്ടാണ്, അവിടെ ഒരു നല്ല പുല്ല് പിടിച്ച തട്ട് സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഗൂഗിളുമായി എളുപ്പവഴി കാണിച്ച് നമ്മളോട് അവസാനം നടന്നു പോക്കാളും പറഞ്ഞു. അങ്ങോട്ട് നടന്നേ ചെല്ലാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു വേറെ വഴിയുണ്ടെന്നാണ് തോന്നുന്നത്. എൻ്റെ അമ്മോ, നമുക്കെന്തായാലും പെട്ടെന്ന് പോവാം. സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇരുട്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ വന്ന ഉടനെ തന്നെ ടെൻ്റ് അങ്ങ് സെറ്റ് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് സൂര്യാസ്തമയം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആകപ്പാടെ മൊത്തം മൂടിക്കെട്ടി കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ്. എന്നാലും കുഴപ്പമില്ല. സൂര്യാസ്തമയം നല്ല അടിപൊളിയല്ലേ. നല്ല കാർമേഘമാണ്, എങ്കിൽ കൂടി ഇത്രയും ഒരു കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നല്ല സൂര്യനെ നല്ല റൗണ്ടായിട്ടാണ് കാണുന്നത്. നമ്മുടെ ക്യാമറയിൽ ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ, നേരിൽ കാണുന്ന ഇതൊക്കെ വന്നിരുന്ന് നല്ല അടിപൊളിയാണ്. സമയം നല്ല ഇരുട്ടായിട്ട് വരുന്നുണ്ട്. നല്ല ഇരുട്ടായിട്ട് വന്നിട്ടുണ്ട്. ദൂരെയുള്ള വീടുകളിലെ ലൈറ്റ്സൊക്കെ ഓണായിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു ഉഷ്ണമുണ്ട്. നമ്മുടെ ടെൻറ്റ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഭയങ്കര പ്രാണി ശല്യം. നിറയെ പ്രാണി കയറിയിട്ടുണ്ട്. ഈ പുല്ലേലൊരു വക പ്രാണിയുണ്ട്, അത് ചിലത് കടിക്കുന്നുണ്ടെന്ന്. ഞാൻ അതിന് വിചാരിച്ചെന്തോ കൊതു കണക്കുള്ള സാധനമാണ്. കൊതു പോലെ ഇരിക്കും, ഇച്ചിരി വലുതാണ്, അത് കടിക്കുന്നുമുണ്ട്. പിന്നെ ഈ വിൽട്ടിലുണ്ട് പുൽച്ചാടി കണക്ക് ചെറിയ സാധനം, അത് ഇഷ്ടം പോലെ ഉണ്ട് ഈ പുല്ലില്ല. പോരാത്തതിന് പുല്ല് പൂവുണ്ടായിട്ട് അതിൻ്റെ ആ പൂവിലൊരു പൊടിയുണ്ട്, നിറയെ അതങ്ങ് നമ്മൾ പുറത്തൂടെ നടക്കുകയാണെങ്കിൽ തന്നെ ചെരുപ്പിനകത്തും അത് കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങി കയറുവാണെങ്കിൽ അവിടെ നിന്ന് എല്ലാം ഇങ്ങോട്ട് അടിച്ച് കയറുന്നുണ്ട്. അത് ഞാൻ വിചാരിച്ച് കുക്ക് നമുക്ക് പുറത്തോട്ട് കുറേ നാളായി പുറത്തോട്ട് വെച്ച് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ്. പിന്നെ ഈ പ്രാണിയെല്ലാം കൂടി അതിനകത്ത് ചാടും. നമ്മുടെ ഇത് ഫോക്കസായിട്ട് നിൽക്കുന്ന ലൈറ്റാണ്, കറക്റ്റ് നമ്മളെല്ലാം എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങോട്ടായിരിക്കും ഇരിക്കുന്നത്. ഉള്ള പ്രാണിയൊക്കെ അതിനകത്ത് വന്ന് ചാടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ സംഭവങ്ങളൊക്കെ അകത്തോട്ടാക്കി ടെൻറ്റും ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഈ ഡ്രസ്സും ഒന്ന് മാറ്റിയിട്ട് വരാം. സ്റ്റവ് കൊണ്ടുവരുമ്പോഴേ ഇതേപോലെ 2 പാത്രമുണ്ട്. ഇതുണ്ടോ, ഞാനിങ്ങനെ ഈ 2 പാത്രത്തിൻ്റെ അകത്ത് ഒന്ന് ചായ വെക്കുക, ഒന്ന് ചോറ് വെക്കുക. ഇതിൻ്റെ അകത്താണ് സ്റ്റവ് ഇരിക്കുന്നത്.
വെള്ളം തിളച്ചിട്ടുണ്ട്. ഉപ്പിടണം വെള്ളത്തിൽ. ഇത്രയും പരിപാടിയേ ഉള്ളൂ. കർണാടകക്കാരുടെ വീടുകളിൽ ഒരു മെയിൻ ഐറ്റമാണ് റാഗി മുദ്ദ. എല്ലാ വീട്ടിലും ഉണ്ടാവും. നമ്മൾ ചെല്ലുവാണെങ്കിൽ നമുക്കുണ്ടാക്കി തരും. നമ്മുടെ വീട്ടിലൊക്കെ ഈ ചക്കയും കപ്പയൊക്കെ കുഴയ്ക്കാൻ വേണ്ടി ഒരു കമ്പുണ്ടായിരിക്കത്തില്ലേ, മരത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത് ഇളക്കാനൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിലൊരു വലിയ വടി ഉണ്ടാകും. അത് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരു വലിയ ചെരുവത്തിലോട്ട് ഈ സംഭവം ഉണ്ടാക്കിയിട്ട് ഇരുന്നിട്ട് ഇളക്കും. നല്ല ഇരുട്ടായിട്ടുണ്ട്. സ്റ്റാറുകളൊക്കെ കുറവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാർ കയറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയല്ല. ദൂരെ വീടുകളിലൊക്കെ ലൈറ്റുകളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇത് നിറച്ച് ഉറുമ്പായല്ലോ. ഇത് എവിടെ നിന്ന് കയറിയത്? ഇച്ചിരി ഓടി കളിക്കുന്ന ഉറുമ്പ്. ഞാൻ ആ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് കയറിയതാണ് ഉറുമ്പ്. ഇത് ഉറുമ്പ്. നമ്മൾ എണ്ണയൊക്കെ കൊണ്ടുവരുന്ന ഈ കുപ്പിയാണ് കേട്ടോ. അതേപോലെ തന്നെ വെള്ളം കൊണ്ടുവരുന്ന 2 ലിറ്ററിൻ്റെ സാധാരണ കുപ്പി. അപ്പോൾ ഇത് പറയാൻ കാരണം നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞു, നിങ്ങളുടെ പരിപാടികളൊക്കെ കൊള്ളാം, പക്ഷേ ഇതിൻ്റെ ഈ എണ്ണക്കുപ്പിയും പിന്നെ സോസ് എടുക്കുന്ന കുപ്പിയും ഈ വെള്ളത്തിൻ്റെ കുപ്പികളൊക്കെ ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം കുഴപ്പമില്ല, ഈ സംഭവം ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ഇത് ഞാൻ എന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏത് കുപ്പി മേടിച്ചാലും ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ കൂൾ ഡ്രിങ്ക്സിൻ്റെ കുപ്പിയാണ്. ഇതാകുമ്പോൾ നമുക്ക് എണ്ണയോ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ, എവിടെയും പോകത്തില്ല. ഞാനിങ്ങനെ തപ്പി നടന്ന് എണ്ണ എടുക്കാനായിട്ട് വേറൊരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇതൊന്ന് ഉണ്ടപ്പരുവാക്കി എടുക്കണം. കുറച്ചും കൂടി ഒന്ന് ചൂടാറാനുണ്ട്. അപ്പോഴത്തേക്കും വെള്ളം വറ്റിയിട്ട് സംഭവം റെഡി ആയിക്കോളും. ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ചിക്കൻ മസാല. കുക്കിങ്ങിൻ്റെ ഒരു ബേസിക് അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. കുറച്ച് സോയാ സോസാണ്. അതിൻ്റെ കുപ്പി ഒന്ന് മാറ്റണം. അത് ചില്ലിൻ്റെ കുപ്പിയായിരുന്നു. ചില്ലിൻ്റെ കുപ്പി നമുക്ക് കൊണ്ടു നടക്കുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. മുട്ട ഇളക്കി ചേർക്കല്ലേ, മുട്ട അങ്ങനെ തന്നെ കിടപ്പുണ്ട്. നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു ചായ വെക്കാം. എന്നും നമ്മൾ കട്ടൻ കാപ്പിയും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത്. ഇന്ന് ഒരു സ്പെഷ്യൽ ചായയാണ്. അതിന് മുമ്പ് നമ്മൾക്ക് കഴിക്കുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ പുല്ലിൻ്റെ പൊടിയും കയറി, പോരാത്തതിന് കുറച്ച് ഉറുമ്പും കയറി. ഉറുമ്പ് ഇവിടെ ഷൂസിനകത്ത് കയറിയിരുന്നെന്നാണ് തോന്നുന്നത്. നിറയെ പൊടിയായിരുന്നു, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ചായ ഒന്ന് തിളച്ച് റെഡി ആകട്ടെ. അപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ട്. കുറച്ച് മുമ്പ് സ്റ്റാറുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. ദൂരെയുള്ള ലൈറ്റുകളൊക്കെ വെട്ടം കുറഞ്ഞു, വെളിച്ചം കുറഞ്ഞു. മൂടലായിട്ടായിരിക്കും, ഒരു പുക പിടിച്ച കാലാവസ്ഥയാണല്ലോ. നീലച്ചായ കൊള്ളാം. നല്ല അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. മുദ്ദ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യലായിട്ടൊരു നീലച്ചായ. ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ടതാണേ. അടിപൊളി. അപ്പോൾ നമുക്ക് കഴിക്കാൻ നോക്കാം.
ഞാൻ ടേസ്റ്റ് നോക്കി കുറച്ച് തീർന്നത്, മുക്കാൽ ഭാഗമായി ഇത്. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു കഷ്ണം നമുക്ക് തുളസിയുടെ ഇലയും കൂടി ഇടണം. ഈ സംഭവം കഴിക്കേണ്ടത് ജസ്റ്റ് ഇതിങ്ങനെ സംഭവം എടുക്കുക, മുട്ടക്കറിയോ എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് വേണം, കുറച്ച് എരിവുള്ള കറി വേണം. സാമ്പാറൊന്നും കൊള്ളത്തില്ല ഇതിന്. ഇങ്ങനെ പിടിക്കുക. നല്ല തണുപ്പായിട്ടുണ്ട്. ഈ പുറത്തോട്ട് ഇരുന്നാൽ തന്നെ അന്നേരം മൂക്കൊലിപ്പിക്കാൻ തുടങ്ങും. നമ്മുടെ നാട്ടിലെ നല്ല ഹ്യൂമിഡിറ്റി ഉള്ള എയറാണല്ലോ. ഇത് ആദ്യമേ ഇടണമായിരുന്നു. ഈ ചെവി മറിയണം കേട്ടോ. ചെവിക്കകത്തോടെ ഏറ്റവും കൂടുതൽ തണുപ്പടിച്ച് വരും. തണുപ്പ് കുറച്ച് കുറവുണ്ട്, നല്ല മഴക്കാരം, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോഴേ 2 സോക്സ് കയ്യിൽ വെച്ചോളുക. ഇപ്പം സാധാരണ ചെരുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടി 2 സോക്സ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തണുപ്പൊക്കെ കൂടുതലാണെങ്കിൽ സോക്സ് എടുത്തിട്ടാൽ മതി. അതേപോലെ തന്നെ ചെവി വയ്ക്കാണ്ടല്ലോ, ചെവി വയ്ക്കാൻ അടച്ച് വെച്ചാൽ മതി, മറയത്തക്ക രീതിയിലുള്ള. അല്ലെങ്കിൽ ഇന്ന് സുഖമായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും, തണുപ്പൊക്കെ കൊള്ളാൻ. നാളെ ചിലപ്പോൾ സൗണ്ടൊക്കെ പോകും, നല്ല കട്ട ജലദോഷവും പിടിക്കും. ജലദോഷം കുഴപ്പമില്ല, നാളെ രാവിലെ എണീച്ച് ഒന്ന് വെയിൽ കൊള്ളുമ്പോഴേക്കും ജലദോഷം പോകും. ഇപ്പോഴും ഉറങ്ങുമല്ലേ? നമുക്കിനി നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ല അടിപൊളി തണുപ്പുണ്ട്. നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങി നോക്കാം. കാറ്റുണ്ട്. സൂര്യോദയം നല്ല രീതിയിലായിട്ടുണ്ട്. സൂര്യൻ പെട്ടെന്ന് വന്നതല്ല, നമ്മൾ എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു പോയതാണ്. എന്തായാലും നല്ല അടിപൊളി. എന്തായാലും നല്ല അടിപൊളി ക്യാമ്പിംഗ് ആയിരുന്നു. നമ്മൾ രാവിലെ തന്നെ നല്ല അടിപൊളിയായിട്ട് സൂര്യോദയം കണ്ട് ഒരു കട്ടണൊക്കെ വെച്ച് അടിച്ചു. 8 മണി ആകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് പോകണം. 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. ഇനി വേറെ പരിപാടികളൊന്നുമില്ല, നേരെ പോവുകയാണ്. അപ്പോഴും നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.